ചിലപ്പോഴെങ്കിലും മെൻ്റലി ഓർ ഫിസിക്കലി വളരെയധികം സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്ന സമയത്ത് നാം ഫോണും തുറന്ന് നോക്കും. ആ സമയത്ത് അതിൽ വരുന്ന മോട്ടിവേഷൻസ് ഗംഭീരമായിരിക്കും. നമുക്കെന്ത് വലിയ പ്രശ്നമാണെന്നുള്ള രീതിക്കാണ് പല മോട്ടിവേഷണൽ സ്പീക്കേഴ്സും പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവുക. നമ്മുടെ പ്ലാൻസ് ആരോടും പറയാൻ പാടില്ല. നമ്മുടെ നാവ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കണം. നമുക്ക് ഓഫീസ് പൊളിറ്റിക്സ് അറിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് പോവുള്ളൂ. അങ്ങനെ നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള പല സ്പീക്കേഴ്സിൻ്റെയും ടോക്ക് കേൾക്കേണ്ടി വരും. ഇനി നേരിട്ടിട്ട് ഒരാളോട് സംസാരിക്കാന്ന് വെച്ചാൽ സംസാരിക്കാൻ പോലും നേരമില്ലാത്ത, ഒന്ന് കേൾക്കാൻ ചെവി തരാൻ പോലും പറ്റാത്ത ആളുകളാണ് കൂടുതലുള്ളത്. ഇനി അവരിൽ നിന്ന് കേൾക്കാനുള്ളതും ഇത്തരത്തിലുള്ള ഉപദേശങ്ങളായിരിക്കും. കാരണം അവരും കേൾക്കുന്നതും കാണുന്നതും ഈ റീൽസും കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, കുറുന്തോട്ടിക്ക് വാദം എന്ന് പറയുന്ന പോലെ ഏറ്റവും അധികം സൂയിസൈഡ് അല്ലെങ്കിൽ ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നത് സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റുകളൊക്കെ തന്നെയാണ്. മോട്ടിവേഷണൽ സ്റ്റോറീസും അതുപോലെ ഇത്തരത്തിലുള്ള ടോക്സും ഒക്കെ കേൾക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം മനസ്സിലേക്ക് എടുക്കുക. ഒരുപാടാണ്ട് നമ്മളെ മാറ്റാനും തിരുത്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ നമ്മളെ തന്നെ നഷ്ടപ്പെട്ടെന്നിരിക്കും. അതുകൊണ്ട് ബീയിങ് യുവർ സെൽഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഒരുപാട് പെർഫെക്റ്റ് ഒന്നും ആവണമെന്നില്ല, മറ്റുള്ളവർ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മതി. മനുഷ്യത്വമില്ലായ്മ ഒരു തെറ്റാണ്, ആ തെറ്റിലേക്ക് പോവാതിരുന്നാൽ മതി. മറ്റുള്ളവരുടെ വേദന കണ്ണിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ നേട്ടമാണ്. അവിടെയാണ് മനുഷ്യനാവുന്നത്.